ഐസ് ഏജ് ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ മൂവിയായ ഐസ് ഏജ് ഡോൺ ഓഫ് ദി ഡൈനസോഴ്സ് 2009 റിലീസായത്. സ്ക്രാറ്റ് അക്കൗണ്ട് തിരഞ്ഞ് നടപ്പാണ്. ഒന്ന് കണ്ടെത്തുന്നു. പക്ഷെ സ്ക്രാറ്റിന്റെ ഫീമെയിൽ വേർഷൻ കണ്ട് അക്കൗണ്ടൊക്കെ മറന്ന മട്ടാണ്. പക്ഷെ വീണ്ടും അക്കൗണ്ട് കണ്ടതും സ്വബോധം തിരിച്ചു വന്നു. അവനത് തട്ടിയെടുക്കുന്നു. പക്ഷേ അവളുടെ കരച്ചിൽ കണ്ട് മനസ്സില്ലാ മനസ്സോടെ അവനത് കൊടുക്കാൻ തുനിഞ്ഞ് പിടിയും വലിയുമായി താഴെ വീഴുന്നു. പക്ഷെ അവൻ പിന്നാലെ ചാടുന്നു. എന്നാൽ സ്ക്രാറ്റയ്ക്ക് പറക്കാൻ അറിയുമെന്ന് പാവത്തിന് അറിയില്ലായിരുന്നു. അവൾ എക്കോണം കൊണ്ട് പറന്നങ്ങ് പോകുന്നു. സ്ക്രാറ്റ് താഴോട്ടു. ആ വഴിയാണ് മാനിയും ടീമും ടെൻഷനോടെ ഓടുന്നത്. മാനിക്ക് കുഞ്ഞു പിറക്കാൻ പോവുകയാണ്. എല്ലിക്ക് വെള്ളം കൊണ്ട് ഓടി വരികയാണ് അവൻ. ബേബി വരാൻ സംഗതി ടൈം ആയിട്ടൊന്നുമില്ല എന്ന് എല്ലി പറയുന്നു. മാനി ആകെ എക്സൈറ്റഡ് ആയി ഇത് 3-ാം തവണയാണ് ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നത്. ഈ സമയം ഡിയാഗോ ഒരു മാനിനെ പിടിക്കാൻ പമ്മി നിൽക്കുകയാണ്. ഫോളോ ചെയ്ത് ക്ഷീണിച്ചു നിൽക്കുന്നു. മാനൊക്കെ അവനെ കളിയാക്കി ഓടുകയാണ്. മാനി എല്ലിക്ക് സർപ്രൈസായി ബേബിക്ക് വേണ്ടി പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐസ് ക്രിസ്റ്റൽസിൽ മാനി ഫാമിലിയുടെ രൂപം കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എവിടെയെന്ന് സിഡ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ക്രാഷും വെടിയും ഉണ്ടാക്കിയ അവരുടെ സ്വന്തം ഹാങ്ങിങ്ങിൽ കാണിച്ചു കൊടുക്കുന്നു. ഡിയാഗോ വരുന്നു. പുള്ളി ആകെ ഡെസ്പെറാണ്. എല്ലിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൾ പറഞ്ഞിട്ടും മാനിക്ക് ഇതൊന്നും പിടിയാവുന്നില്ല. ഓ, പുരുഷന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, അതൊക്കെ ഉള്ളിലൊതുക്കും, സാരമില്ലടാ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം ഇതൊക്കെയുള്ളൂ. പക്ഷെ അവളുടെ ഒരു നോട്ടം കണ്ടപ്പോൾ അവൻ ഡിയാഗോയുടെ അടുത്ത് നിന്ന് കാര്യം ചോദിക്കുന്നു. ലൈഫിൽ കൂടുതൽ അഡ്വഞ്ചർ വേണം. ഞാൻ നിന്നെപ്പോലൊരു ഫാമിലി മാൻ അല്ല. എനിക്ക് ഈ കൂട്ടം വിടണം. ഇത് കേട്ട് മാൻ ചൂടാവുന്നു. കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കുകയാണ്. സിഡിനോടും ഡിയാഗോ ഇത് തന്നെ പറയുന്നു. സിഡിനെയും വിട്ട് അവൻ പോവുകയാണ്. മാനിക്ക് പ്രയോറിറ്റി കൊടുക്കാൻ ഒരു ഫാമിലിയുണ്ട്. ഡിയാഗോയും പോയി. ഇനി സിഡ് തനിച്ചാവുമെന്ന് അവൻ പേടിക്കുന്നു. വേറെ ഫ്രണ്ട്സ് ഉണ്ടാക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് സിഡിന്റെ താഴെയുള്ള ഐസ് പാളി പൊട്ടി താഴെ ഒരു ഗുഹയിൽ വീഴുന്നു. അവിടെ നിന്ന് അവന് 3 മുട്ടകൾ ലഭിക്കുന്നു. ആരെയും കാണാത്തപ്പോൾ മക്കളെ എന്ന് പറഞ്ഞ് ഓരോ മുട്ടയിലും ഓരോ മുഖവും വരച്ച് പുറത്തു കൊണ്ടുവരുന്നു. ഒരു മുട്ട താഴേക്ക് പോയപ്പോൾ പണിപെട്ട് പിടിക്കുമ്പോൾ ദാ ബാക്കി 2 പോകുന്നു. ഒരുവിധം ഒരു പോറലും ഏൽക്കാതെ 3നെയും പിടിക്കാൻ നോക്കുന്നു. പക്ഷെ ഒന്ന് പിടിച്ചത് എലിയായിരുന്നു. മുട്ടകൾക്ക് മാനിയും ഇടിയും പരിചയപ്പെടുത്തുന്നു. മര്യാദക്ക് തിരിച്ചു കൊണ്ടുവെക്കാനും നിനക്ക് നിന്റേതായ ഫാമിലിയൊക്കെ ഉണ്ടാവുമെന്നും മാനി പറയുന്നു. എന്നാ ശരി, ഞാൻ തനിച്ച് എന്റെ ജീവിതം തുറച്ചോളാം എന്നും പറഞ്ഞ് മുട്ടകൾ തിരിച്ചു വെക്കാനായി അവൻ പോകുന്നു. ഞാനൊരു നല്ല അപ്പച്ചനാവൂലേ, പൊന്നുപോലെ നോക്കൂലേ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ മഴ പെയ്യുകയും ഒരു പാറക്കിടയിൽ നിൽക്കുകയും ചെയ്യുന്നു സിഡ്. ഈ സമയം ഗുഹയിൽ നിന്ന് ഒരു അലർച്ച കേൾക്കുന്നു. രാവിലെ സിഡ് ഉണർന്നപ്പോൾ മുട്ടയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അവന്റെ പിന്നാലെ 3 ടിറക്സ് പിള്ളേര്. മമ്മ എന്നൊക്കെ അവനെ വിളിച്ച് കൂടെ തന്നെയുണ്ട്. 4 പേരും കൂടി ലൈഫ് അടിച്ചു പൊളിക്കുകയാണ്. എന്നാൽ വിശന്ന് കരഞ്ഞപ്പോൾ ഒരു യാക്കിന്റെ പാൽ കറക്കാൻ പോവുകയാണ്. പക്ഷെ ആ യാക്ക് പെണ്ണല്ലായിരുന്നു കേട്ടോ. സ്ക്രാറ്റും അക്കോണിലുള്ള വഴക്ക് തുടരുകയാണ്. പക്ഷെ സ്ക്രാറ്റ് അക്കോണും കൊണ്ട് താഴേക്ക് വീഴുന്നു. സിഡ് തന്റെ പിള്ളേരെയും കൊണ്ട് മാനിയുടെ പ്ലേ ഗ്രൗണ്ട് ഏരിയയിലേക്ക് കയറുന്നു. പ്ലേ ഗ്രൗണ്ട് ഓപ്പൺ ആയെന്ന് വിചാരിച്ച് ബാക്കി പിള്ളേരും പാർക്ക് അലങ്കോലമാക്കുന്നു. ഡൈനോ ബാക്കി പിള്ളേരെയും അലങ്കോലമാക്കുന്നു. മാനിയും എല്ലിയും അവിടെ എത്തുന്നു. ക്രിസ്റ്റൽ ഫാമിലിയൊക്കെ കൺമുന്നിൽ വെച്ച് പൊട്ടുകയാണ്. സിഡ് സമാധാനിപ്പിക്കാൻ വരുന്നു. എന്നാൽ മാനി
ചൂടിലാണ്. അതാ അപ്പോഴേക്കൊരു വലിയ ശബ്ദം. ടിറക്സ് പിള്ളേരുടെ അമ്മയെത്തി. എല്ലാവരും ആദ്യമായാണ് ഇത്രയും വലിയൊരു ടിറക്സിനെ കാണുന്നത്. അപ്പോൾ വംശനാശം സംഭവിച്ചിട്ടില്ല അല്ലേ? സിഡ് ഡൈനോ പിള്ളേരെയും കൊണ്ട് കുളിക്കുന്നു. അതിന് തള്ളയാണെന്ന് അവൻ അറിയണ്ടേ? മാനി പിള്ളേരെ തിരിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ സിഡ് സമ്മതിക്കണ്ടേ? മമ്മ ടിറക്സ് പിള്ളേരെയും സിഡിനെയും കൊണ്ട് പോവുകയാണ്. ഈ പോക്ക് ഡിയാഗോയും കാണുന്നുണ്ട്. ടിറക്സിന്റെ കാൽപ്പാടുകൾ ട്രേസ് ചെയ്ത് മാനിയും എല്ലിയും ഒപ്പോസംസും ഒരു ഗുഹയ്ക്കടുത്തെത്തുന്നു. ഇനി താൻ തനിച്ചു പോകാമെന്ന് പറയുമ്പോൾ എലി കേൾക്കണ്ടേ? ബേബി വരാനായാൽ പീച്ചസ് എന്ന് പറഞ്ഞ് എനിക്ക് സിഗ്നൽ തരണമെന്ന് മാനി എലിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഭയത്തോടെ യാത്ര ചെയ്ത് അവരെത്തുന്നത് മറ്റൊരു ലോകത്താണ്. ഡൈനോസോഴ്സ് വാഴുന്ന ലോകം. ഇങ്ങനൊരു സംഗതി അവർക്ക് താഴെ ഉണ്ടായിരുന്നതായി ഇത്രയും കാലം അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോഴേക്കും ആങ്കിലോസോറസ് വർഗത്തിൽപ്പെട്ട ഒരുത്തം വന്നവരെ അറ്റാക്ക് ചെയ്യുന്നു. തക്ക സമയത്ത് ഡിയാഗോ എത്തുന്നു. ക്രാഷിനെയും മെഡിയെയും രക്ഷിക്കുന്നു. ഞാനും സിഡിനെ തേടിയെത്തിയതാണെന്ന് പറയുന്നു. ഓഹോ, അപ്പൊ നിനക്ക് കൂട്ടമൊക്കെ പറ്റുമല്ലേ എന്ന് തിരിച്ച് മാനി ചോദിക്കുന്നു. ആങ്കിലോസോറസസ് ഇപ്പോഴും അവരെ പിന്നാലെ തന്നെയുണ്ട്. എന്നാൽ എലി ഒരു പാവൻ ഡൈനോസോറിനെ വിളിച്ചു വരുത്തി അതിന്റെ മേലെ കൂടി ചാടി താഴേക്ക് രക്ഷപ്പെടുന്നു. കുറെ ഡൈനോസോഴ്സിന്റെ ഇടയിലാണ് അവർ പെടുന്നത്. ദാ വരുന്ന ഒരുത്തൻ. അവൻ എല്ലാ ഡൈനോസോഴ്സിനും അകറ്റി എല്ലാവരെയും ഒളിപ്പിക്കുന്നു. ഡൈനോസൊക്കെ പോയപ്പോൾ എല്ലാവരും പുറത്തു വരുന്നു. ക്രാഷും മെഡിയൊക്കെ ഇപ്പോൾ അവന്റെ ആരാധകരായിട്ടുണ്ട്. പുള്ളിയാണ് ബക്വിസ്റ്റ എന്ന ബക്ക്. സിഡിനെ കുറിച്ച് പറയുന്നു. അവൻ തീരുമാനമായി കാണുമെന്ന് ബക്ക് പറയുന്നു. റേസ് കണ്ട് ഫോളോ ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങളും പടമാകുമെന്ന് അവൻ പറയുന്നു. പക്ഷെ മടങ്ങിപ്പോവാൻ ടീമിന് തീരുമാനമില്ല. ബക്ക് മമ്മ ഡൈനോസറിനെ കണ്ടിരുന്നു. അത് ലാവ ഫോൾസിലേക്കാണ് കുട്ടികളെ പോറ്റാൻ പോയിട്ടുള്ളത്. അവിടെ എത്തണമെങ്കിൽ ജംഗിൾ ഓഫ് മിസറിയും കടന്ന് കാസം ഓഫ് ഡെത്തും കടക്കണം. പിന്നെ റൂഡി എന്ന ഭീകരനും. അതൊരു ആൽബിനോ ബാരിയോണിക്സ് വർഗത്തിൽപ്പെട്ട ഡൈനോസോറാണ്. അവനാണ് തന്റെ ഈ കണ്ണെടുത്തതെന്ന് ബക്ക് പറയുന്നു. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. സ്ക്രാറ്റയും ഡൈനോ വേൾഡിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ജംഗിൾ ഓഫ് മിസറിയിലൂടെ ടീം യാത്ര തുടരുകയാണ്. ഇരിപിടിയൻ ചെടികളാണ് മൊത്തം. എലിക്ക് വേണ്ടി മാനി ഒരു ഫ്രൂട്ട് എടുക്കാൻ പോകുമ്പോൾ ഡിയാഗോ വാൺ ചെയ്യുന്നുണ്ട്. പക്ഷെ കേൾക്കാതെ അവനത് തൊട്ടതും ആ ചെടി അവരെ വിഴുങ്ങുന്നു. അപ്പോഴേക്കും ബക്ക് വന്ന് ഉള്ളിൽ കയറി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ അത് പുറത്തേക്ക് 3 പേരെയും തള്ളിയിടുകയാണ്. ഇതൊക്കെ എന്ത് എന്ന ഭാവമാണ് ബക്കിന്. സിഡിനെ കണ്ടുപിടിക്കാൻ എലി അവന്റെ സഹായം ചോദിക്കുകയാണ്. എന്നാൽ മാനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. താൻ സഹായിക്കണമെങ്കിൽ തന്റെ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നു. എന്നെ ഫോളോ ചെയ്യണം, ഞാൻ പറയുന്നത് കേൾക്കണം, അങ്ങനെ. മാമ ടിറക്സ് 4 പേരെയും വീട്ടിലെത്തിക്കുന്നു. സിഡിനെ ആക്രമിക്കാൻ നിൽക്കുന്നു. പക്ഷേ പിള്ളേർ സിഡിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. ഒരു വലിയ ചിത്രശലഭം കണ്ട് ഒപ്പോസംസ് പേടിക്കുന്നുണ്ട്. തന്റെ ലൈഫ് അടിപൊളിയാണെന്നും ബക്ക് ഡിയാഗോയോട് പറയുന്നു. ഡിയാഗോക്ക് ഈ അഡ്വഞ്ചർ ഇഷ്ടമാവുകയാണ്. എന്നാൽ ഒരു കല്ലെടുത്ത് ഫോൺ എന്ന പോലെ ചുമ്മാ ബക്ക് സംസാരിക്കുന്നു. 3 ആഴ്ച കൊണ്ട് നീയും ഇങ്ങനെയൊക്കെ ആയി മാറുമെന്ന് മാനി ഡിയാഗോയോട് പറയുന്നു. അവർ കാസം ഓഫ് ഡെത്തിലെത്തുന്നു. അവിടെയുള്ള ഗ്യാസ് വളരെ ടോക്സിക് ആണ്. അത് എല്ലാവരും ചിരിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഒരു സ്കെലറ്റൻ കൂടിൽ എലിയോട് കയറാൻ പറയുന്നു. ബക്ക് അവളെ അപ്പുറത്തെത്തിക്കുന്നു. അടുത്ത ട്രിപ്പിൽ ബാക്കിയുള്ളവരെ കയറ്റുന്നു. പക്ഷെ സംഗതി എന്തോ പ്രശ്നം വന്നു. എല്ലാവരും ഇടയിൽ കുടുങ്ങുന്നു. എല്ലാവരും ടോക്സിക് ഗ്യാസ് ശ്വസിച്ച് ശബ്ദമൊക്കെ മാറി ചിരിയോട് ചിരിയാണ്. ബക്കിന് ചിരി കണ്ട് ദേഷ്യം വരുന്നു. ചിരി ഇത്ര പ്രശ്നമാണോ എന്ന് എല്ലി ചോദിക്കുന്നുണ്ട്. ബക്ക് താഴേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുവാ,
ദാ ആ കാണുന്നവന്മാരൊക്കെ ചിരിച്ചാണ് പടമായത്. രക്ഷിക്കാൻ അവിടെത്തിയ ബക്കും അവസാനം ഗ്യാസ് ശ്വസിക്കുന്നു. അവസാനം എലി തന്നെ വേണ്ടി വന്നു എല്ലാത്തിനെയും രക്ഷിക്കാൻ. സ്ക്രാറ്റയും പിന്നാലെ ഉണ്ട് കേട്ടോ. ഡൈനോ പിള്ളേർക്ക് കഴിക്കാൻ കുറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസുമായി സിഡ് വരുമ്പോൾ ടിറക്സ് മമ്മ നല്ല നോൺ വെജ് ഫുഡ് കൊണ്ടുവരുന്നു. സിഡ് ഇത് തടയാൻ നോക്കുന്നുണ്ട്. ടിറക്സിന്റെ പിള്ളേർ ടിറക്സ് തന്നെയല്ലേ ആവൂ. അവര് നോൺ വെജ് കുശാലായി കഴിക്കുന്നു. ദൂരെ ഒരു വലിയ ശബ്ദം കേട്ട് മമ്മ ടിറക്സ് ഭയന്ന് പിള്ളേരെയും കൊണ്ടുപോകുന്നു. അത് റൂഡിയായിരുന്നു. കംപ്ലീറ്റ് കിറുക്കനാണ് ബക്ക് എന്ന് ടീമിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവന്റെ സാഹസിക കഥകൾ കേട്ട് അന്തം വിട്ടു നിൽക്കാതെ പറ്റില്ലല്ലോ. ഒരിക്കൽ ബക്ക് റൂഡിയുമായി നേർക്കുനേർ ഏറ്റുമുട്ടി. അങ്ങനെയാണ് ബക്കിന്റെ വലത് കണ്ണ് നഷ്ടപ്പെട്ടത്. പക്ഷേ അവനെ വിഴുങ്ങിയപ്പോൾ അവന്റെ ഒരു പല്ലെടുത്ത് ഇങ്ങ് പോന്നു. അതാണ് അവന്റെ കയ്യിലുള്ള കത്തി. മാനി അല്ലാത്ത എല്ലാവരും വളരെയധികം ഇംപ്രസ്ഡ് ഹീറോയെ പോലെ അവനെ നോക്കുകയാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ കയ്യിൽ ആ കത്തി പിടിച്ച് ബക്ക് അവർക്ക് കാവൽ നിൽക്കുകയാണ്. റൂഡിയുടെ ശബ്ദം ദൂരെ കേൾക്കാമായിരുന്നു. മമ്മ ടിറക്സ് പിള്ളേരെ സുരക്ഷിത സ്ഥാനത്ത് കയറ്റുന്നു. സിഡിനെ ആദ്യം മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് സ്വന്തം മക്കളുടെ കൂടെ കിടത്തുന്നു. എലിയ റൂഡി പിടികൂടുന്നത് സ്വപ്നം കണ്ട് മാനി ഉണരുന്നു. ഞാനൊരു നല്ല സുഹൃത്തായിരുന്നെങ്കിൽ സിഡിന് ഈ ഗതിയൊന്നും വരില്ലായിരുന്നെന്ന് മാനി പറയുന്നു. അത് കേട്ട ബക്ക് അവനെ തിരുത്തുന്നു. സ്വന്തം ജീവനും ഫാമിലിയുടെ ജീവനും റിസ്കിലാക്കി ഇവിടെ എത്തിയ നിന്നേക്കാൾ നല്ലൊരു സുഹൃത്ത് വേറെ ഉണ്ടാവുമോ? അക്കോണിനുള്ള വഴക്ക് തുടരുകയാണ്. പക്ഷേ സ്ക്രാറ്റയെ ലാവിൽ നിന്ന് രക്ഷിക്കുമ്പോൾ അവർ പ്രണയത്തിലാവുന്നു. സിഡ് പോയ വഴിയിലൂടെ ടീം പോവുകയാണ്. സിഡിന് എന്ത് പറ്റിയതാവാമെന്ന് പല സാധ്യതകളും ബക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അവർ ദൂരെ ലാവ ഫോൾസ് കാണുന്നു. അടുത്ത പാറക്കല്ലുകളിലൂടെ നീങ്ങുകയാണ്. എലിക്ക് പെയിൻ വരുന്നുണ്ട്. പക്ഷെ ഗുവാൻലോങ് കൂട്ടം പിന്നാലെ കൂടുമ്പോൾ പാറക്കൂട്ടം തകരുന്നു. എലി മുകളിൽ കുടുങ്ങുന്നു. ടിറക്സുകളെ മിസ്സായി സിഡ് തനിച്ചാവുന്നു. റൂഡിയുടെ മുന്നിൽ പെടുന്നു. രണ്ടുപേരുടെയും ശബ്ദം ടീം കേൾക്കുകയാണ്. അതേസമയം തന്നെ എലിയുടെ പ്രസവ വേദനയും വരുന്നു. ഒപ്പോസംസിനും കൂട്ടി ബക്ക് സിഡിനെ തിരിഞ്ഞു പോകുന്നു. മാനിയും ഡിയാഗോയും എലിയുടെ അടുത്തേക്കും. പക്ഷേ കുവാലാം കൂട്ടം അവിടെ തന്നെയുണ്ട്. സിഡ് റൂഡിയിൽ നിന്ന് ഓടി ലാവയുടെ മുകളിൽ പെടുന്നു. റൂഡി ലാവ കണ്ട് പിന്തിരിയുകയാണ്. പക്ഷേ സിഡ് ഇത് ബക്ക് കാണുന്നു. അവനും ഒപ്പോസംസും താഴേക്ക് ചാടി ഒരു പറക്കുന്ന ഡൈനോസറിന്റെ മുകളിലെത്തുന്നു. അതിന് മേലേക്ക് ലാവയിലേക്ക് പറക്കുന്നു. ഡിയാഗോ എലിയുടെ അടുത്തേക്ക് പോവുകയാണ്. തന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയും ക്ഷീണങ്ങളും എല്ലാം മറന്ന് അവളുടെ അടുത്ത് ഡിയാഗോ എത്തുന്നു. അവൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഗുവാൻലോങ്ങിനെ എതിർക്കുന്നു. മാനി ഗുവാൻലോങ്ങിനെ തടയുകയുമാണ്. ബക്കിന്റെ പിന്നാലെ കുറെ പറക്കും ഡൈനോസേഴ്സ് കൂടുന്നു. എന്നാൽ ബക്കല്ലേ അപ്പുറത്ത്, പിന്നാലെ ഒപ്പോസംസും. അവരവരെ നേരിടുന്നു. സിഡ് ലാവയിലേക്ക് വീഴും മുമ്പ് അവനെയും കൊണ്ട് പറക്കുന്നു. ടിറക്സ് പിള്ളേർ അവനെ കാണുന്നുണ്ട്. മാനി മുകളിലെത്തുന്നു. ആ നിമിഷം തന്നെ ഒരു കുഞ്ഞു കരച്ചിൽ കേൾക്കുന്നു. പെൺകുട്ടിയാണ്. മാനി എലി എന്ന അമ്മയെ പോലെ പേരിടാൻ നിൽക്കുമ്പോൾ നമുക്ക് പീച്ചസ് എന്ന് പേരിടാമെന്ന് എലി പറയുന്നു. സിഡുമായി അപ്പോഴേക്കും ബക്ക് എത്തുന്നു. പീച്ചസിനെ കാണുന്നു. ഇനി എല്ലാവരും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തെത്തണമെന്ന് ബക്ക് പറയുന്നു. സ്ക്രാറ്റും സ്ക്രാറ്റയും അക്കോണൊക്കെ മറന്ന് ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. ഫുൾ റൊമാൻസ് മൂഡിലാണ്. എക്സിറ്റിന്റെ അടുത്ത് ബക്ക് ടീമിനെ എത്തിക്കുന്നു. യാത്ര പറയുകയാണ്. പക്ഷേ റൂഡി അവിടെ ഉണ്ടായിരുന്നു.
ബക്ക് അവനെ വഴി തിരിച്ചു വിടുകയാണ്. എല്ലാവരും രക്ഷപ്പെടാനും പറയുന്നു. പക്ഷെ എലിയും പീച്ചിനെയും അവിടെ നിർത്തി മാനിയും സിഡും ഡിയാഗോയും ബക്കിനെ സഹായിക്കാൻ തിരിച്ചു പോകുന്നു. ബക്കിനെ റൂഡി വിഴുങ്ങും മുമ്പ് ഡിയാഗോ വന്ന് രക്ഷിക്കുന്നു. എല്ലാവരും കൂടി റൂഡിയെ കെട്ടിയിടുന്നു. എന്നാൽ ഓടിപ്പോകവേ സിഡ് വീഴുന്നു. റൂഡി കെട്ടെല്ലാം വലിച്ചു പൊട്ടിച്ച് സിഡിനെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മമ്മ ടെറക്സ് ഓടി വന്ന് റൂഡിയെ തള്ളി താഴെ കൊക്കയിലേക്കിടുന്നു. സിഡ് തന്റെ ടിറക്സ് പിള്ളേരോട് യാത്ര പറയുകയാണ്. മമ്മയോടും എല്ലാവരും മടങ്ങുകയാണ്. റൂഡി ഇല്ലാതെ ഇനി ഞാനെന്തിന് ഇവിടെ നിൽക്കണം, തനിക്ക് ഇനി ജീവിതത്തിന് ഒരു അർത്ഥവുമില്ലല്ലോ എന്ന് ബക്ക് പറയുന്നു. ഞങ്ങളുടെ കൂടെ കൂടിക്കോ, എല്ലി പറയുന്നു. നല്ല അടിപൊളി ടീമാണെന്ന് ഡിയാഗോയും പറയുന്നു. ബക്ക് പുഞ്ചിരിക്കുന്നു. അവനും കൂടെ വരികയാണ്. പക്ഷേ വീണ്ടും അതാ ഒരു ശബ്ദം കേൾക്കുന്നു. അതെ, റൂഡി മരണപ്പെട്ടിട്ടില്ല. ബക്ക് അവരുടെ കൂടെ വരാൻ മടിച്ചു നിൽക്കുകയാണ്. ഡിയാഗോക്ക് അവനെ മനസ്സിലാവുന്നു. അങ്ങനെ അവൻ ഡൈനോ വേർഡിലേക്ക് മടങ്ങുന്നു. ഗുഹ തകരും മുമ്പ് ഡിയാഗോ പുറത്തെത്തുന്നു. ബക്ക് ശരിയായ തീരുമാനമാണ് എടുത്തതെന്ന് ഡിയാഗോ മറ്റുള്ളവരോട് പറയുന്നു. പീച്ചസ് തന്റെ ലോകം കാണുന്നു. ഡിയാഗോ ഇനി ഗ്രൂപ്പ് വിട്ടു പോവില്ലെന്ന് പറയുന്നു. റൂഡിയുടെ പിന്നാലെ തന്നെയുണ്ട് സിഡ്. സ്ക്രാറ്റിന് ജീവിതം മടുത്ത മട്ടാണ്. സ്ക്രാറ്റ് അത്രയും ബൂസിയാണ്. അപ്പോഴാണ് ദൂരെ വീണ്ടും അക്കോൺ കാണുന്നത്. അവൻ സ്ക്രാറ്റയെ വിട്ട് അക്കോണിന്റെ അടുത്തെത്തുന്നു. പക്ഷെ സ്ക്രാറ്റ് പിന്നാലെ ഉണ്ടായിരുന്നു. രണ്ടുപേരും വഴക്കാവുന്നു. ഒരു വോൾക്കാനിക് എക്സ്പ്ലോഷൻ ഉണ്ടായി. സ്ക്രാറ്റും അക്കോണും മുകളിലെത്തുന്നു. പക്ഷെ വീണ്ടും അക്കോൺ മിസ്സാവുന്നു. ഇതോടെ വട്ടായി പോയ സ്ക്രാറ്റിനെ കാണിച്ചുകൊണ്ട് മൂവി അവസാനിക്കുന്നു.